നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇക്വഡോറിനെ മെക്സിക്കോ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പക്ഷേ കളിക്ക് മുമ്പ് നടന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല ഇക്വഡോർ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി, കളിക്ക് തലേ ദിവസത്തെ രാത്രി, ഇക്വഡോർ താരങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മെക്സിക്കോ ആരാധകർ, ചെറിയ കൂട്ടമൊന്നുമല്ല, ഒരു വമ്പൻ ജനാവലി ഈ ഇക്വഡോർ ടീം സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുകയും ആ ഹോട്ടലിന് മുന്നിൽ വലിയ രൂപത്തിൽ ഹോണടിച്ച് വലിയ രൂപത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. അത് വലിയ ശബ്ദമാണ്. കൂടാതെ പടക്കം പൊട്ടിക്കുന്നു. ഒരു വെടിക്കെട്ട് തന്നെ അങ്ങ് നടത്തി. അങ്ങനെ ടീമിനെ വല്ലാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, നമുക്കറിയാം. ക്ലബ് ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ചാമ്പ്യൻസ് ലീഗിലെ പ്രധാന മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഹോസ്റ്റ് ക്ലബ്ബ് ഏതാണോ ആ ക്ലബിൻ്റെ ആരാധകർ മറ്റേ ടീം അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നിടത്തൊക്കെ പോയി ഇത്തരം തറവേലകൾ ഒപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു മാസ് രൂപത്തിലാണ്. അത് കുറച്ച് കൂട്ടങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ ഇതൊരു മാസ്സായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാനും കഴിയും. ഏതായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇക്വഡോർ ഫുട്ബോൾ ഫെഡറേഷൻ, FEF, ഇക്വഡോറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. അതിലവർ ഫിഫക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: കളിക്ക് പുറത്തുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, റൗണ്ട് ഓഫ് 16 മത്സരത്തിന് മുമ്പ് നടന്ന ആ വിഷയത്തെക്കുറിച്ച് ഇക്വഡോറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക്, അതായത് ഫിഫക്ക്, ഒരു കംപ്ലൈൻറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഫെയർ പ്ലേ പ്രിൻസിപ്പിളിന് അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. ഫെയർ പ്ലേ, ഇക്വിറ്റി, യൂണിറ്റി ദാറ്റ് ദി ഫിഫ വേൾഡ് കപ്പ് ഷുഡ് റെപ്രസെൻറ്റ്, ആ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാത്ത അൺസ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇക്വഡോറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള, ബഹുമാനത്തോടു കൂടിയുള്ള ഒരു അപ്പീൽ ഇതിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് സമർപ്പിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ അവരുടെ ശ്രദ്ധയുണ്ടാകണം. അതുപോലെ ആവശ്യമായ നടപടികൾ എടുക്കണം. ഞങ്ങളുടെ താരങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ, ഫാൻസിൻ്റെ ഒക്കെ ഇൻറ്റഗ്രിറ്റിയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്ന രൂപത്തിലുള്ള മെഷേഴ്സ് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ആൻറ്റി സ്പോർട്ടിംഗ് ആക്ട്സ്, ഇവിടെ നടന്നിട്ടുള്ള ഈ ആൻറ്റി സ്പോർട്ടിംഗ് പ്രവർത്തനങ്ങൾ ഫുട്ബോളിൻ്റെ സെലിബ്രേഷനെയോ അതുപോലെ തന്നെ 2 ബ്രദർ കൺട്രീസ് തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയോ ആ രാജ്യങ്ങൾ തമ്മിലുള്ള റെസ്പെക്റ്റിനെയോ ഹെൽത്തി കോമ്പറ്റീഷനെയോ ഒന്നും ബാധിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഫെയർ പ്ലേ അല്ല. ഇത് വേൾഡ് കപ്പിന് അർത്ഥവത്തായ ഒരു കാര്യമല്ല. അതിനെ നെഗറ്റീവാക്കുന്ന കാര്യമാണ് എന്നുകൂടി FEF അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.